മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ ആശങ്ക എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി വി.എസ്. അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് പട്ടത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വി.എസിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതീവ ഗുരുതരമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്നുള്ള ഒരു വിവരം വരുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട് എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും അറിയുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. മഹേഷ്, നേരത്തെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുന്നു, മരുന്നുകളോടെല്ലാം പ്രതികരിക്കുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഏത് രീതിയിലാണ്? സ്വാതി, പട്ടം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ വി.എസ്. തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക ഉളവാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ശ്വസനം, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം, വൃക്കയുടെ പ്രവർത്തനമൊക്കെ യന്ത്ര സഹായത്തോടു കൂടി, ജീവനരക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി സാധാരണ നിലയിലേക്കാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഡോക്ടർമാർ നടത്തുന്നത്. ആ മെഡിക്കൽ സംഘം അതിന്റെ ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായം ഒരു പ്രധാന ഘടകമാണ്. 101 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. 102 വയസ്സിലേക്ക് കടക്കുകയാണ് അദ്ദേഹം. അധികം പ്രായമുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഒരു പോരാളിയായി തന്നെ വി.എസ്. നിലകൊള്ളുന്നു എന്ന് തന്നെ പറയാം. കാരണം 3 ഹൃദയാഘാതങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ അതിജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഇത്തരത്തില് ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. സ്വാതി. ശരി, മഹേഷ് ചന്ദ്രൻ, മുൻ മുഖ്യമന്ത്രിയും CPIM-ലെ ഏറ്റവും മുതിർന്ന നേതാവുമായ വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ ആശങ്ക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ അതീവ ഗുരുതരമായി ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹൃദയാഘാതം വന്നതുമൂലമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറെക്കാലമായി അദ്ദേഹം ചികിത്സയിൽ അല്ലെങ്കിൽ കിടപ്പിലായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. മഹേഷ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് 2 ഹൃദയാഘാതം ഉണ്ടാകുകയും ചെയ്തു. എന്നാലും ഇപ്പോഴും ഒരു പോരാളിയായി തൻ്റെ ആരോഗ്യവുമായി മല്ലിട്ട് അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ്? ഇപ്പോഴേ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രി അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനുമുമ്പ് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. അവർ ഈ സ്ഥിതികളെല്ലാം തന്നെ വിലയിരുത്തി. ഇതൊക്കെ ഡോക്ടർമാരടങ്ങുന്ന സംഘം തന്നെയാണ് ഈ മെഡിക്കൽ സംഘത്തിലുള്ളത്. ആ സംഘത്തിന്റെ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നത്. ആ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് നില മാറ്റമില്ലാതെ തുടരുന്നു. പക്ഷേ വിവിധ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ശ്വസനവും രക്തസമ്മർദ്ദവും വൃക്കയുടെ പ്രവർത്തനവും സാധാരണ നിലയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ആ ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് ആരോഗ്യനിലയിൽ ആശങ്ക പെടേണ്ട സാഹചര്യമുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ. കാരണം 101 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. ഈ വരുന്ന ഒക്ടോബർ 20-ാം തീയതി 102-ാം വയസ്സിലേക്കാണ് വി.എസ്. കടക്കാൻ പോകുന്നത്. അത്തരമൊരു സ്ഥിതിയിലുള്ള അദ്ദേഹം ഏതാനും വർഷങ്ങളായിട്ട് തന്നെ അദ്ദേഹം നേരത്തെ സ്ട്രോക്ക് വന്നതിനെ തുടർന്നാണ് അദ്ദേഹം ഇത്തരത്തിലേക്ക് അദ്ദേഹത്തിന് സാധാരണഗതിയിൽ നല്ല ഓർമ്മയും നന്നായി പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് വി.എസ്. എങ്കിൽ പോലും വി.എസ്. കുറച്ചു കാലമായി സുഖമില്ലാതെ കഴിയുകയായിരുന്നു. വീട്ടിൽ തന്നെ സുഖമില്ലാതെ കഴിഞ്ഞു. നല്ല പരിചരണം ലഭിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം അല്പനേരം വീൽ ചെയറിൽ ഇരുന്ന് റോഡിലേക്ക് നോക്കിയിരിക്കാർ സാധാരണഗതിയിൽ പതിവുണ്ടായിരുന്നു. അത്തരത്തിലേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അന്ന്, ആ ദിവസമാണ് അദ്ദേഹം രാവിലെ 10 മണിയോട് കൂടി ഹൃദയാഘാതം ഉണ്ടാകുന്നത്. വീട്ടിൽ വെച്ചാണ് ഹൃദയാഘാതം ആദ്യം ഉണ്ടായത്. അവിടെ നിന്നും CPR നൽകിയ ഡോക്ടർമാരെത്തി അദ്ദേഹത്തെ ആംബുലൻസിൽ, ഓക്സിജൻ സഹായത്തോടുള്ള ആംബുലൻസിൽ തന്നെ അദ്ദേഹത്തെ പട്ടം SUT ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കാഷ്വാലിറ്റിയിൽ അദ്ദേഹത്തെ ആദ്യം കൊണ്ടുവന്നത് തന്നെ വീണ്ടും ഒരു ഹൃദയാഘാതം ഉണ്ടായി. ആ ഹൃദയാഘാതത്തെ തുടർന്ന് വീണ്ടും CPR നൽകിയ ICUലേക്ക് മാറ്റുകയും ചെയ്തു. ICUലേക്ക് ഹൃദയാഘാതം ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന് ജീവൻ അപകടം സംഭവിച്ചില്ല. അദ്ദേഹം വെന്റിലേറ്റർ സഹായത്തോടു കൂടി, അതിന്റെ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തെ ചികിത്സിച്ചു വരികയാണ് ഡോക്ടർമാർ. ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ വരുന്ന വിവരം ഇതാണ്. അദ്ദേഹത്തിന്റെ ശ്വാസമെടുക്കുന്ന കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം വളരെ ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാണ്. ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലേക്ക് ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടെന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. സ്വാതി.
അതെ, അത് തന്നെയാണ് മഹേഷ്. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിലാണ് ആശങ്ക. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തേക്ക് വരുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രി അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വി എസിനെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറെ നാളായി വിശ്രമ ജീവിതം നയിച്ചു വരികയാണ് വി എസ്. 101 വയസ്സ് കഴിഞ്ഞ് 102-ാം വയസ്സിലേക്ക് കടക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടാവുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ ആണ് ആശങ്ക ഉള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ചന്തു ചന്ദ്രശേഖർ കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ചന്തു, ഇക്കാര്യത്തിൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണ്? ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിലാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ആശങ്കകൾ ഉള്ളത് എന്നാണ് പറയുന്നത്. ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ചികിത്സ നൽകുന്നത്? കൂടുതൽ വിവരങ്ങൾ. സ്വാതി, അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ അദ്ദേഹത്തെ പരിചരിക്കുന്ന വിദഗ്ധരടങ്ങിയ ഡോക്ടർമാരുടെ സംഘമാണ് ഈ യോഗം ചേർന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ മാറ്റമില്ലാതെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തുടരുകയാണ്. ശ്വസനം, ഹൃദയ സംബന്ധമായ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ, നെഫ്രോളജി, കാർഡിയോ, കൂടാതെ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരാണ് അദ്ദേഹത്തെ ഇപ്പോൾ പരിചരിച്ച് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി, അതായത് ഇപ്പോൾ മാറ്റമില്ലാതെ തുടരുന്ന ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായം ഇപ്പോൾ വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ശ്രമിക്കണം ഈ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നത്. എന്തായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ആരോഗ്യ വിദഗ്ധരുമായി, ഇവിടെയുള്ള ആരോഗ്യ വിദഗ്ധരുമായി സംസാരിക്കുന്നുണ്ട്. മന്ത്രി വീണ ജോർജ് ഇവിടെ എത്തി ഈ അദ്ദേഹത്തെ പരിചരിക്കുന്ന ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. ആരോഗ്യ നില സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടന്നു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ ഇക്കാര്യങ്ങളാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. അതായത് ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടില്ല, നേരത്തെ ഉണ്ടായിരുന്ന തൽസ്ഥിതി തന്നെ തുടരുകയാണ്. അത് മെച്ചപ്പെടുന്നതിന് വേണ്ടി, കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധമായ പരിശോധനകൾ നടത്തി വരുന്നതും അത് സംബന്ധിച്ചുള്ള ചികിത്സ തുടരുന്നത്. സ്വാതി. ശരി ചന്തു. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ആരോഗ്യനിലയിൽ അല്പം ആശങ്ക ഉണ്ട് എന്നുള്ള തരത്തിലുള്ള മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്പസമയം മുൻപ് മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് മഹേഷ് ചന്ദ്രനും ചന്തു ചന്ദ്രശേഖറും നൽകിയത്.